നവസുവിശേഷവൽക്കരണ യുഗത്തിൽ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ദൈവരാജ്യവേല വ്യാപിപ്പിക്കുവാനും സുവിശേഷത്തിൻ്റെ ചൈതന്യം അനേകരിലേക്ക് സൗരഭ്യമായി പകരുവാനും നിലപാടുകൾ കൈക്കൊള്ളുന്ന യുവവൈദികരുടെ ജീവിതത്തിലൂടെയാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ യാത്ര. ഇത് കാലടിക്കടുത്ത് ഈശോ സഭാ വൈദികരുടെ ആശ്രമമായ സമീക്ഷയിലെ ആത്മമിത്രയുടെ അമരക്കാരൻ ഫാദർ ടോബി കൊഴുപ്പക്കളം എസ്.ജെ. സ്കൂൾ കാലഘട്ടത്തിനും കോളേജ് കാലഘട്ടത്തിനുമിടയിലെ +2 കാലഘട്ടത്തിലെ യുവതി യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ പരുപരുത്ത സംഘർഷങ്ങളിൽ ഒരു ഉത്തമ സഹായിയായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ആത്മമിത്ര. കേരളത്തിനു പുറത്തും അനേകം സ്കൂളുകളിൽ നന്മയുടെ സുഗന്ധമാകുവാൻ ഇവരുടെ ഈ സംരംഭത്തിന് കഴിയുന്നു. വിവിധ ജീവിത പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന ഈ കുട്ടികളിൽ പുത്തൻ പ്രകാശം നൽകുവാനും ജീവിതത്തിനെ പ്രത്യാശയോടെ കാണുവാനും സഹായിക്കുക എന്നതാണ് ഇവരുടെ പ്രവർത്തന ലക്ഷ്യം. പുത്തൻ ആശയങ്ങളോടെ സുവിശേഷ ചൈതന്യവും ക്രിസ്തു സ്നേഹവും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി മാറ്റുന്ന ഈ വൈദികന്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രവിക്കാം. ടോബിയച്ച, ശാലോം ടിവിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ടോബിയച്ചൻ്റെ മുഴുവൻ പേര് ഫാദർ ടോബി ജോസഫ് കൊഴുപ്പക്കളം. അച്ഛൻ ഒരു ഈശോ സഭാംഗമാണ്. ജസ്യൂട്ട് എസ്.ജെ. പ്രീസ്റ്റ് വൈദികനാണ്, ഈശോ സഭാംഗമാണ്. അച്ഛൻ്റെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് മാലാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. താമരശ്ശേരി രൂപതയിൽപ്പെട്ട മാലാപറമ്പ് ഇടവക. അച്ഛനും അമ്മയും 8 സഹോദരങ്ങൾ ആണ് ഞങ്ങളുള്ളത്. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. എല്ലാവരും ഏറ്റവും ചെറിയ ആളാണ്? ഏറ്റവും ഇളയ ആളാണ്. അച്ഛൻ അധ്യാപകനായിരുന്നു. സഹോദരങ്ങൾ ഭൂരിഭാഗം പേരും അധ്യാപകരാണ്. ചിലർ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും പട്ടാളത്തിലും ഒക്കെ ആയിട്ടാണ്. ഞാൻ മാത്രമേ ഈ വഴിയിൽ തിരിഞ്ഞിട്ടുള്ളൂ. എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം നടന്നത് പെരിന്തൽമണ്ണയിൽ പ്രസൻറ്റേഷൻ സ്കൂളിലാണ്. തുടർന്നാണ് 10ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത്. ഈ സെമിനാരിയിൽ ചേരാനുള്ള ഒരു തീരുമാനത്തിന് കാരണം എന്താ? ഇങ്ങനൊരു ദൈവവിളി ഉണ്ട്, അല്ലെങ്കിൽ വൈദികനാവാനുള്ളൊരു ദൈവവിളി ഉണ്ട് എന്ന് എങ്ങനെ അച്ഛൻ മനസ്സിലാക്കി? എപ്പോൾ തുടങ്ങിയ ആഗ്രഹം? വാസ്തവത്തിൽ ഞാൻ ചേരുമെന്ന് എൻ്റെ അമ്മ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത് മറ്റൊരു സഹോദരനെയാണ്. ഇപ്പോൾ ഡോക്ടറായിട്ട് പലതരത്തിൽ സഭയിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഡോക്ടർ ടോണി ജോസഫ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ രീതിയിൽ ഇടപെടൽ നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന 2-3 വ്യക്തികൾ വളരെ പ്രധാനമായിട്ട്. ഒന്ന്, 7 വർഷം ഞങ്ങളുടെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് മണ്ണൂർ. അദ്ദേഹം ഇടവയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും, അത് എല്ലാ മതസ്ഥരുടെയും. അപ്പം ഉദാഹരണത്തിന് നാട്ടിൽ കറണ്ട് വന്നത് അച്ഛൻ്റെ ഇടപെടൽ കൊണ്ടാണ്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് പണിയെടുത്തു. ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒന്നിച്ച് പണിയെടുത്തു. പൊതുപ്പണിയെടുത്താണ് വെളിച്ച വിപ്ലവം എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ അവിടെ കറണ്ട് കൊണ്ടുവന്നത്, കെ മാണിയുടെ പ്രോജക്റ്റ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, സ്വന്തം സ്വാർത്ഥം ഒന്നും നോക്കാതെ ആ ജനത്തിന് വേണ്ടി കഴിഞ്ഞ രീതി, അത് താമരശ്ശേരി രൂപത അംഗമാണ്. പിന്നീട് അച്ഛൻ രൂപതയുടെ പ്രൊക്കുറേറ്ററൊക്കെ ആയി ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. അപ്പോൾ അച്ഛൻ എന്നെ പലതരത്തിലും പല കുരുത്തക്കേടുകൾക്കും പിടിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, മാതൃകാപരമായിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ അച്ഛൻ അറിയാതെ എൻ്റെ എന്തൊക്കെയോ ഗുണങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ സമാന്തരമായിട്ട് സ്കൂളിലും 7ാം ക്ലാസ്സിൽ വെച്ച് ഒരു സിസ്റ്റർ എന്നെ വളരെ നെഗറ്റീവായിട്ട്, അതായത് തമ്മിൽ അടി കൂടുന്ന കുട്ടികളുടെ ഇടയിൽ വെച്ച് എന്നെ പിടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തൊരനുഭവം ഉണ്ടായി. കാട്ടാളെന്ന് വരെ വിളിച്ച ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേ സിസ്റ്റർ ഈ തെറ്റിൻ്റെ പേരിൽ നമ്മുടെ പുറകെ നടന്ന് കൂടുതൽ തെറ്റുകളിൽ പെടാതെ നമ്മളെ കാത്തുപാലിച്ച ഒരു സംഭവം. ഞാൻ സെമിനാരിയിൽ ചേർന്ന് 3ാം ദിവസം സിസ്റ്റർ എന്നെ അന്വേഷിച്ച് വന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഹഗ് ചെയ്തിട്ട്, ദിസ് ഈസ് മൈ സൺ, ഇതെൻ്റെ മോനാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ എനിക്ക് തന്നതിനേക്കാൾ കാര്യക്ഷമമായിട്ട് എൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് ഇമേജ് ആ സിസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മണ്ണൂരച്ചൻ പതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 3ാമതൊരു വ്യക്തിയെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം എൻ്റെ നിത്യവ്രത വാഗ്ദാനം ഇവിടെ ഇതേ ഹാളിൽ നടന്നപ്പോൾ ആ ടീച്ചർ വന്നിരുന്നു. ഹിന്ദു ആയിട്ടുള്ള ടീച്ചർ, കമ്മ്യൂണിസ്റ്റ് ആദർശക്കാരിയായിട്ടുള്ള ടീച്ചർ. ആ ടീച്ചർ മലയാള പുസ്തകം വായിക്കുന്ന, ഞാൻ ഉറക്കെ ക്ലാസ്സിൽ വായിക്കുന്നതിൻ്റെ താളം കേട്ടിട്ട് ഇത് പള്ളിയിൽ വേദപുസ്തകം വായിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു ഫീല്. അപ്പോൾ ഇത് ഇങ്ങനത്തെ പലത്. ഒപ്പം എൻ്റെ അമ്മ കൂടെ പറയുമായിരുന്നു, ഞാൻ
സന്യാസിനിയാകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സാധിച്ചില്ല. എൻ്റെ മക്കൾ ആരെങ്കിലും ആകുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിങ്ങനെ നടക്കാത്ത ഒരാഗ്രഹമായിട്ട് അമ്മ പലപ്പോഴായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവണം, എനിക്കറിയില്ല. സംഭവിച്ചത് ഇതാണ്. ഞാൻ അച്ഛനാകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് മണ്ണൂരച്ഛൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മണ്ണൂരച്ഛൻ പറഞ്ഞു, നീ ആകണ്ട, രൂപതയിലാകണ്ട, രൂപതയിൽ ചേരണ്ട. എന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അച്ഛൻ എന്നിട്ട് ഒരു കൂട്ടം പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് നീ പോയി വായിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടത് ഇതാണെന്നും പറഞ്ഞ് കേരള ജെസ്യൂട്ട് എന്നുള്ള മാസിക എടുത്ത് കാണിച്ചപ്പോൾ മണ്ണൂരച്ഛൻ സ്വന്തം പോക്കറ്റിലേക്ക് കൈയിട്ട് ജെസ്യൂട്ട് പ്രൊവിൻഷ്യലിലെ കത്തെടുത്ത് എനിക്ക് ഇങ്ങോട്ട് തരികയാണ്. അതായത് എന്നോട് ചോദിക്കാതെ അച്ഛൻ തീരുമാനിച്ചു എനിക്ക് ഈശോസഭയാണ് നല്ലത്. അതേ സാധനം ഞാനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ വീണ്ടും ഞാൻ ദൈവനിയോഗം കാണുകയാണ്. രണ്ടുപേരും ആഗ്രഹിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ കാണുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ മോനെ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഇതാണ്, മറ്റെവിടെയും ആയിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാൻ പണ്ടേ വീട് പറ്റിയേനെ. ആ വിധത്തിൽ എനിക്ക് ഈശോസഭയോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. സ്വാതന്ത്ര്യം, ഈശോസഭയുടെ പരിശീലന പരിപാടിയിലുള്ള സ്വാതന്ത്ര്യം, അതാണ് എന്നെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്, ഈ ദൗത്യത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ എന്നാണ് അച്ഛാ പൗരോഹിത്യം സ്വീകരിച്ചത്? അച്ഛനായതെന്നാ? 2007 ഡിസംബർ 26. 2007 ഡിസംബർ 26. അപ്പോൾ 9 വർഷത്തോളം ആവാൻ പോകുന്നു. വൈദികനായതിന് ശേഷമുള്ള അച്ഛൻ്റെ ചില ചിന്തകളോ ബോധ്യങ്ങളോ, അല്ലെങ്കിൽ അതൊരു വലിയൊരു ഒരു സമയമാണല്ലോ. കാരണം ലൈഫിൽ നമ്മൾ മാത്രമല്ല, വീട്ടുകാരും നാട്ടുകാരും സഭയും ഒക്കെ കാത്തിരിക്കുന്ന ഈശോ സഭയൊക്കെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഒരു വൈദികൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. ആ നാളുകളിൽ എന്തെങ്കിലും ഒരു ഓർമ്മ അച്ഛന് പറയാനുണ്ടോ? എനിക്ക് ഏറ്റവും സ്പർശിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, എൻ്റെ പട്ടം കാത്തിരുന്ന ഒത്തിരി വിധവകളുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് അവരുടെ ഒന്നും മക്കൾ അച്ഛനായിട്ടില്ല, അവരെൻ്റെ ബന്ധുക്കൾ പോലും അല്ല. പക്ഷേ ഓരോ തവണ അവധിക്ക് ചെല്ലുമ്പോൾ അച്ഛനാവണം, ഞാൻ അച്ഛനായിട്ട് കാണണം, എൻ്റെ കയ്യിൽ നിന്ന് കുദാശകൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച ഒട്ടനവധി വിധവകളായിട്ടുള്ള സ്ത്രീകൾ, അതായത് അവർക്ക് മറ്റ് കൺസേൺസ് ഒരു പക്ഷേ കുറഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ, ഒരു പക്ഷേ നമ്മളോട് ഒരു കൊന്തയോ വെന്തിങ്ങയോ ചോദിച്ച് മേടിക്കുന്ന ആളുകൾ പറയുമായിരുന്നു, തുടരെ പറയുമായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന അർത്ഥത്തിൽ. അപ്പോൾ അവർ പട്ടം കിട്ടിയപ്പോൾ അവർ വന്ന് കൈമുത്തുമ്പോൾ, അല്ലെങ്കിൽ അവർ വന്ന് കുർബാന സ്വീകരിക്കുമ്പോൾ അവരുടെ വികാര വിക്ഷോഭം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് ഭയങ്കരമായിരുന്നു. കാരണം അവരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനായതെന്നുള്ളൊരു ഫീല് എനിക്ക് തുടർച്ചയായിട്ട് കിട്ടുമായിരുന്നു. അത്തരം ചില സ്ത്രീകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ അവരെ കാണാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കരുതലിൻ്റെ ഒരു ഫീലുണ്ട്. വേറൊന്ന്, പട്ടത്തിനുള്ള ഒരുക്കത്തിലും പട്ടത്തെ തുടർന്നും എൻ്റെ ഉള്ളിൽ സംഭവിച്ചൊരു കാര്യം, ഞാനിപ്പം ഈ മിനിസ്ട്രിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ അല്ല ഞാൻ പറയാൻ ശ്രമിക്കുക. ഒന്ന്, വാട്ട് ഐ ഗോട്ട് ഡയറക്ട്ലി ഫ്രം മൈ ഫാമിലി, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് നേരിട്ട് കിട്ടിയത്, അതല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന ആളുകളുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ളത്. അപ്പോൾ ജീവിതമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതാനുഭവങ്ങളെ ഞാൻ വീണ്ടും സന്ദർശിച്ച് അതിൽ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ അർത്ഥം കാണാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ മുറിവുകൾക്ക് പോലും അവിടെ അർത്ഥം കൈവരുന്ന ഒരു പ്രതീതി. ഇപ്പോൾ ഉദാഹരണത്തിന്, പഠനത്തിൽ വളരെ മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പഠനത്തിൽ ഏറ്റവും മുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മോശമായിട്ട് പെർഫോം ചെയ്ത കാലഘട്ടവും കളിയാക്കപ്പെട്ട കാലഘട്ടവും കുത്തുവാക്ക് കേട്ട കാലഘട്ടവും താരതമ്യം ചെയ്യപ്പെട്ട കാലഘട്ടവും ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ പാഷൻ അനുഭവം പോലെ, ഈശോയുടെ പീഡാനുഭവം പോലെ, മറിച്ച് ഇപ്പോൾ അതൊരു ഉദ്ധാനാനുഭവത്തിലേക്ക് നമ്മളെ നയിച്ചതുപോലെ, ഇങ്ങനെ ഈ രീതിയിലുള്ള ചിന്ത, ഒരു താഴ്ചയുടെ അനുഭവവും ഒരു ഉയർച്ചയുടെ അനുഭവവും, ഈ രീതിയിൽ ചിന്തിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ തന്നെ യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങൾ ഞാൻ ജീവിക്കുന്നത് പോലെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു കൃത്യമായ പ്ലാൻ ഓരോ കാര്യത്തിനും. അത് നമ്മൾ മോശമായിരുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ നമ്മൾ ഒരു സഹനത്തിലൂടെ കടന്നുപോയ സമയത്തും ഒക്കെ ആ ഓരോന്നിനും ഒരു പർപ്പസ് ഉണ്ട് ജീവിതത്തിലെന്ന് ഇന്ന് അത് വളരെ ക്ലിയറാണ്. അച്ഛൻ പറയുന്നതിൽ വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ അച്ഛൻ ആ ദൈവത്തിൻ്റെ ഹിതം ഓരോ കാര്യത്തിലും ഇന്ന് അച്ഛന് കാണാൻ പറ്റുന്നു. അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി പഴയ ഓരോ കാര്യങ്ങളിലും ആ ദൈവത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലം കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അച്ഛൻ്റെ അതിനുശേഷം, വൈദികനായതിനു ശേഷം അച്ഛൻ്റെ ഒരു ആദ്യകാല പ്രവർത്തന മേഖലകൾ എന്തായിരുന്നു? അച്ഛൻ എവിടെയായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്?
ഏറ്റവും ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെൻറ്റ് എറണാകുളം അതിരൂപതയിൽ പാണാവള്ളി എന്ന സ്ഥലത്ത് അസിസ്റ്റൻറ്റ് വികാരിയായിട്ടായിരുന്നു. 3 മാസക്കാലം. വളരെ മനോഹരമായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു കാലഘട്ടം. 3 മാസമേ ചെയ്തുള്ളൂ എങ്കിലും ഏതാണ്ട് അവിടുത്തെ വികാരി അച്ഛനെ ഫാദർ ജോൺസൺ വള്ളൂരാൻ എനിക്ക് തന്ന എക്സ്പോഷറിൻ്റെ വെളിച്ചത്തിൽ ഓൾമോസ്റ്റ് 1 വർഷം മുഴുവൻ ആ ജനത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നത് പോലെ എനിക്ക് അവസരങ്ങൾ തരികയും എന്നെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈശോസഭ എന്നെ ഏൽപ്പിച്ച ദൗത്യമേഖലയിലേക്ക് ഞാൻ പ്രവേശിച്ചത്. തിരുവനന്തപുരത്ത് ഈശോസഭയുടെ ഉടമസ്ഥതയിലുള്ള ലയോള സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായും പിന്നീട് വൈസ് പ്രിൻസിപ്പലായിട്ടും ഞാൻ 2.5 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു അംഗം എന്ന് പറയാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അധ്യാപക കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ കേവലം അധ്യാപകനാകാനാണോ ഈശോസഭയിൽ ചേർന്നത് എന്ന്, അല്ലെങ്കിൽ 1600 കുട്ടികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണോ ഞാൻ ത്യാഗങ്ങൾ സഹിച്ച ഒരു വൈദികനായത് എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ പ്രത്യേക പരിശീലനം സിദ്ധിക്കാതെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിച്ചെനിക്ക് കിട്ടാതെ ദൈവമായിട്ട് എന്നിൽ വളർത്തിയെടുത്ത കുട്ടികളെ നയിക്കാനുള്ള കഴിവ്, കൗമാരപ്രായക്കാരെ നയിക്കാനുള്ള കഴിവ് ചെതല് പിടിക്കാൻ തുടങ്ങുന്നോ എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അധികാരികളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അധികാരികൾക്ക് എന്നെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഞാൻ കെമിസ്ട്രി ബിരുദാനന്തര ബിരുദം നേടി നെറ്റ് പരീക്ഷ പാസ്സായി എന്നുള്ളത് കൊണ്ട് തന്നെ കോളേജിൽ ഞാൻ അധ്യാപനം നടത്തണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അത് എന്നോട് എൻ്റെ താല്പര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ഉപരി ഇതാണ് എന്നെ ഏൽപ്പിക്കുമെങ്കിൽ എനിക്ക് അഭികാമ്യമായിട്ടുള്ളത്, എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്ന് പറയുകയും അധികാരികൾ ഒരിക്കലും എന്നോട് പൂർണ്ണമായിട്ട് ഇന്നതേ ചെയ്യാവൂ എന്ന് പറഞ്ഞില്ല. പക്ഷേ തുടർന്ന് എന്നെ ഏതാനും മാസങ്ങൾ യൂത്ത് മിനിസ്ട്രിയിലേക്ക്, ഐകഫിൻ്റെ യൂത്ത് മിനിസ്ട്രിയിലേക്ക് 7 മാസത്തോളം എന്നെ മാറ്റുകയും പിന്നീട് ഞാൻ ടേർഷൻഷിപ്പിന് പോയി തിരിച്ചു വരുമ്പോൾ ഈ മേഖല തുടങ്ങാൻ അനുവദിക്കില്ല, അല്ലെ അതിന് നമുക്ക് അവസരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അധികാരികൾ ഞാൻ മടങ്ങി വന്നപ്പോഴേക്കും, ടേർഷൻഷിപ്പ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴേക്കും ഇത് ഓൾറെഡി തുടങ്ങി എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തരികയാണ്. ഒന്നുകൂടെ കൃത്യമായിട്ട് ഈ മേഖല എന്ന് പറയുന്നത് അത് എന്ത് മേഖലയാണെന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാൻ വെച്ചാൽ. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു +2 കുട്ടികളെന്ന് പറഞ്ഞാൽ നേരത്തെ പ്രീ ഡിഗ്രിയിൽ കോളേജിൻ്റെ ഭാഗമായിരുന്ന കുട്ടികൾ ഇപ്പോൾ സ്കൂളിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ഓൾറെഡി ആൻഡ് നോട്ട് യെറ്റ് എന്ന് പറയുന്നത്. അതായത് ഞങ്ങൾ പ്രായമായി എന്ന് ഒരു വശത്ത് തോന്നുമ്പം മറുഭാഗത്തില്ല, നിങ്ങൾ ഇപ്പോഴും കുട്ടികളാണെന്ന് പറയുന്ന ആ പ്രായക്കാരും 11-12 ക്ലാസ്സുകളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈസ്കൂൾ ആൻഡ് ഡിഗ്രി സ്റ്റുഡൻസും, അതായത് ടോട്ടൽ അവരുടെ ടീനേജ് കാലഘട്ടത്തിൽ അവരെ നയിക്കാൻ ഏജൻസികളില്ല, അല്ലെങ്കിൽ കുറവേ ഉള്ളൂ കേരളത്തിൽ എന്നുള്ള തിരിച്ചറിവിൽ അത് എല്ലാ റിലീജിയനിലും പെട്ടവരെ ആൺപെൺ ഭേദമില്ലാതെ നയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം, എൻ്റെ ഒരു ആഗ്രഹം. വൈദിക പരിശീലന കാലഘട്ടത്തിൽ തന്നെ ഞാൻ ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു മേഖലയെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോസഭക്കാർ സമ്മർ അവധിക്കാലത്ത് നടത്തിക്കൊണ്ടിരുന്ന ക്യാമ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസിനെ തന്നെ വീണ്ടും റീവിസിറ്റ് ചെയ്ത് അതിനെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കി ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കുന്ന വിധത്തിൽ അതിലേക്ക് കൂടുതൽ മോഡ്യൂൾസ് കൂട്ടിച്ചേർത്ത് അതിനെ വിസ്തൃതമാക്കുകയും ഒപ്പം തന്നെ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ അതിനെയെല്ലാം ലിഖിത രൂപത്തിൽ പുറത്തിറക്കുക എന്നുള്ള ഒരു താല്പര്യവും എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഇതിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോവിൻസിൽ ചിലരെങ്കിലും എന്നെക്കുറിച്ച് ആ വിധത്തിലൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് ഒരു പക്ഷേ ഈ മിനിസ്ട്രി തുടങ്ങാനും ഈ ദൗത്യ മേഖല തുടങ്ങാനും അതിൽ തുടരാനും എനിക്ക് സഹായകരമായിട്ടുണ്ട്. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും അച്ഛൻ ഇത് തുടങ്ങി എന്താണെന്ന് വലിയ അധികാരികളെ ഏൽപ്പിച്ചു തന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്നുകൂടെ പറയണം. പക്ഷെ അതിന് മുമ്പ് പക്ഷെ ഇത് വല്ലാത്തൊരു ഏജ് ഗ്രൂപ്പല്ലേ അച്ഛാ? കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ അടുക്കാൻ ഭയപ്പെടുന്നതിനെ കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ വിഷമിക്കുന്ന, ഇപ്പോൾ പല മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാനും ഇതിൽ പലരോടും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെയും ഈ ഒരു ഏജിൽ മക്കളെ എങ്ങനെ ഒന്ന് അപ്പുറം കടത്തി വിടും എന്നുള്ളൊരു ആദ്യമാണ് മാതാപിതാക്കൾക്ക്. എങ്ങനെ അച്ഛന് ഈ ഗ്രൂപ്പിനോടൊരു അട്രാക്ഷൻ വന്നു? എൻ്റെ തിരിച്ചറിവ് ഇതാണ്, ആ പ്രായഘട്ടത്തിൽ എനിക്ക് എന്തൊക്കെ അനുഭവപ്പെട്ടു എന്ന് ഞാൻ തിരിച്ച് അറിയാൻ ശ്രമിച്ചു. എനിക്ക് എന്തൊക്കെ ആവശ്യമാണെന്ന് അന്ന് തോന്നിയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ ശ്രമിച്ചു. ഞാൻ ഏതൊക്കെ ആശയക്കുഴപ്പങ്ങളിലൂടെയാണ് അന്ന് കടന്നു പോയത് എന്ന് തിരിച്ചു പോയി ചിന്തിക്കാനായിട്ട് ശ്രമിച്ചു. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഞാൻ ഇന്നത്തെ തലമുറയെ നോക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് പേടിയല്ല,
എനിക്കവരെ ഫേസ് ചെയ്യാൻ എനിക്ക് വിറയലല്ല വരുന്നത്. മറിച്ച് ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഞാൻ പല ഗ്രൂപ്പിലും ചെന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ പ്രായക്കൂട്ടരുടെ ഇടയിൽ റിബൽസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തിനോ 2 കാലേ നിൽക്കാൻ പറഞ്ഞാൽ അവർ 4 കാലേ നിന്ന് തരും. അത്രയ്ക്ക് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ അഡിക്റ്റീവ് ബിഹേവിയേഴ്സിൽ അങ്ങേയറ്റം പോയി ചില കുട്ടികൾ മാത്രമേ നമ്മുടെ പരിപാടികളോട് സഹകരിക്കാതെ വന്നിട്ടുള്ളൂ. അത് ഒഴിച്ചു നിർത്തിയാൽ പൂർവാധികമായിട്ടുള്ള സഹകരണം, അതായത് അവരുടെ ജീവിത നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആരുമല്ലാത്ത നമ്മൾ നിലകൊള്ളുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മളോട് സഹകരിക്കുകയും അവസാനം നമ്മൾ അവരുടെ ആരോ ആണെന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നത്. അത് മതങ്ങൾക്ക് അതീതമായിട്ട് ഏത് മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളാണെങ്കിലും ഈ രീതിയിൽ നമ്മളെ വിലമതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അച്ഛൻ, ഞാൻ തീർച്ചയായിട്ടും അച്ഛൻ്റെ മുമ്പ് പറഞ്ഞു ഒരുപക്ഷെ അധികാരികൾ ആദ്യം ഇതിനോട് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ഓപ്പൺനെസ് ആയിരുന്നില്ല, പക്ഷേ എങ്കിലും നോ പറഞ്ഞിട്ടുമില്ല, പക്ഷേ മറ്റൊരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ അത് ഒന്നുകൂടെ പറയാമോ? മറ്റാരോ തുടങ്ങി വെച്ച ഇതേ കാര്യം തന്നെ അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദൈവ നിയോഗം ഉണ്ടായി എന്ന് അച്ഛൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയാമോ അച്ഛൻ? ഇതേ ഉള്ളൂ. ഞാൻ കോളേജിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ യൂത്ത് മിനിസ്ട്രി അല്ലെ ടീൻ മിനിസ്ട്രി ചോദിക്കുമ്പോൾ നിന്നെ പഠിപ്പിച്ചത് ഇതിനല്ലാന്ന് അധികാരികൾക്ക് എന്നോട് സ്വാഭാവികമായിട്ടും പറയാം. കാരണം അവർക്ക് അവരുടെ പ്രതീക്ഷകൾ, അവരുടെ പ്ലാനിങ്, അപ്പസ്റ്റോലിക് പ്ലാനിങ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നോ എന്ന് പറഞ്ഞൊരു കാര്യം അവർ തന്നെ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിലേക്ക് എൻ്റെ സമ്മർദ്ദം കൂടാതെ ഏൽപ്പിച്ചു തരിക എന്ന് പറയുന്നത് അതെൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അത് ദൈവം അവരെ നയിച്ചുവെന്നോ അവരത് വെച്ച് പ്രാർത്ഥിച്ചുവെന്നോ എൻ്റെയും അവരുടെയും ഉള്ളിൽ വിവേചനം നടന്നുവെന്നോ എന്തു വേണമെങ്കിലും കരുതാം. എനിക്കതിനകത്ത് ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇന്ന് ഒരു സ്കൂൾ അധ്യാപകനോ ഒരു കോളേജ് അധ്യാപകനോ ആയിരുന്നേനെ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നു എന്നുള്ളതിൻ്റെ എനിക്ക് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അതേ അധികാരി, എൻ്റെ അന്നത്തെ പ്രൊവിൻഷ്യൽ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു പക്ഷേ കൈ ചൂണ്ടിക്കൊണ്ട്, ടോബി, ഐ വിൽ നോട്ട് അലൗ യു ടു സ്റ്റാർട്ട് ദിസ്. പുള്ളി വാക്ക് പാലിച്ചു. ഒരു പക്ഷേ ഹി ഡിഡ് നോട്ട് അലൗ മീ. അദ്ദേഹം എന്നെ അലൗ ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൗൺസിലറെ വെച്ച് അത് തുടങ്ങി 2 മാസം ഓടിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൈകളിലേക്ക് തന്ന് ഇനി നീ സ്വപ്നം കണ്ടതുപോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു തരുന്നത്. ഓരോരുത്തരും അവരവരുടെ വിളി അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു ദൈവവചനത്തെ ഞാനിപ്പോൾ ഓർക്കുക. കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം എന്തിനാണോ അച്ഛനെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ ഒരു വിവേചനത്തിലേക്ക് അല്ലെങ്കിൽ ഡിസേൺമെൻറ്റിലേക്ക് അച്ഛൻ വന്ന ഒരു വഴി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വളരെ കൃത്യം. 1600 പേരിലേക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നതിനപ്പുറത്ത്, തീർച്ചയായിട്ടും അത് മോശം കാര്യമല്ല, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ദൈവം എന്നെ നിന്ന് കരുതുന്നത് ഇന്ന് ലോകം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു 10,000 ടീനേജേഴ്സിലേക്ക് എത്തുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അതിന് ഈ ഒരു ക്രൈസിസിന് പറ്റുന്ന ഒരു ഉപാധി, ഒരു മോഡലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രവൃത്തിയിലേക്കാണ് അച്ഛൻ എത്തിയിട്ടുള്ളത്. പക്ഷേ അച്ഛൻ തനിയാണോ ഇത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന ശൈലി ലോക്കൽ ശൈലിയിലായിരുന്നു. മുൻ ഡയറക്ടർ അങ്ങനെയാണ് ചെയ്തു വെച്ചത്. എന്നെ ഏൽപ്പിച്ച് തന്നപ്പോൾ ഇതൊരു കേരളം ഒട്ടുക്ക് എത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ 10 മാസത്തിനുള്ളിൽ ഞങ്ങൾ 3 പേരുടെ സംഘമായി, ഒരു സിസ്റ്ററും ഒരു ആത്മായ സഹോദരിയും എന്നോടൊപ്പം ചേർന്നു. സാലറീഡ് എംപ്ലോയീസ് ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ചേർന്നു. ഇപ്പം ഞങ്ങൾ ഏകദേശം 8-9 പേര് ഫുൾ ടൈമും 9 പേരോളം ഫുൾ ടൈമും പിന്നെ മറ്റു പലരും പാർട്ട് ടൈമേഴ്സുമായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത്. ആളുകൾ ഈ ടീനേജേഴ്സായിട്ടുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഈ പ്രായക്കാരായ 11ാം ക്ലാസ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന ഈ പ്രോജക്റ്റ്, ഇപ്പോൾ ഇങ്ങനൊരു പ്രോജക്റ്റിനൊരു പേരുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ആ പേരെന്താണ്, എന്താ ശരിക്കും നമ്മൾ ചെയ്യണം അച്ഛൻ? ഈ പ്രോജക്റ്റിൻ്റെ പേര് ആത്മമിത്ര. ഞങ്ങളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോൾ ഫ്രണ്ട് എന്നാണ്, ആത്മാവിൻ്റെ സുഹൃത്ത്. അതായത് ഇന്ത്യൻ നിയമം അനുസരിച്ച് കുറ്റകരമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും, ഇവിടുത്തെ പ്രധാന മതങ്ങളുടെ മതസംഹിതകളനുസരിച്ച് പാപമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും, പിന്നെ സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാന അജണ്ടയല്ല. എങ്കിലും സ്പോൺസേഴ്സ് വരുന്നതനുസരിച്ച് ചില പ്രത്യേക കേസുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതും ഒരു ഒഴിവ് മേഖലയായിട്ടിടുന്നു. ഈ 3 ഒഴിവുകൾ ഒഴിച്ച് കുട്ടികളുടെ, കൗമാരപ്രായക്കാരുടെ, യൗവന പ്രായത്തിലുള്ളവരുടെ വിവാഹം വരെയുള്ള എല്ലാ കെയറും സപ്പോർട്ടും സൗജന്യമായി. ഇതാണ് നമ്മൾ ഒരു പ്രഖ്യാപിത നയമായിട്ട് കുട്ടികളുടെ മുമ്പിൽ വയ്ക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മതങ്ങൾ വ്യത്യാസമില്ലാതെ, സെക്സ് ഡിഫറൻസ് ഇല്ലാതെ കുട്ടികളുടെ മുമ്പിൽ സൗജന്യ സേവനം ഇത്തരത്തിലൊരു ക്രിസ്ത്യൻ ഏജൻസി, ഒരു കത്തോലിക്ക ഏജൻസി വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗുഡ് വില്ല് കുട്ടികൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും കുടുംബങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും പേരൻസും അധ്യാപകരും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ നയിച്ചു കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് വരെ അങ്ങനെ നയിക്കപ്പെട്ട് കൊണ്ടുവന്ന കുട്ടികളുടെ ഇതിൽ നിന്നാണ് നമുക്ക് വാസ്തവത്തിൽ 4 സെക്സ് റാക്കറ്റുകളിൽ അറസ്റ്റ് നടത്തിക്കാൻ വരെ സാധിച്ചിട്ടുള്ളത്. 4 സെക്സ് റാക്കറ്റുകളിൽ 3 എണ്ണം ആൺകുട്ടികളെ സംബന്ധിക്കുന്ന ഈ ലൊക്കാലിറ്റിയിലുള്ള സംഭവങ്ങളായിരുന്നു. അങ്ങനെ 4 സെക്സ് റാക്കറ്റുകളിൽ നമ്മൾ നേരിട്ട് അതിൻ്റെ മുൻപന്തിയിലില്ല. ഒന്നുകിൽ നമ്മളാണ് ഹിൻഡുകൾ കളക്ട് ചെയ്തത്, നമ്മൾ സഭാധികാരികളെ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഗവൺമെൻറ് ഏജൻസികളെ അറിയിച്ചാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. സൂയിസൈഡ് ചെയ്യാമായിരുന്ന, ആത്മഹത്യ ചെയ്യാമായിരുന്ന ഏകദേശം എൻ്റെ പൂർണ്ണ അറിവോടെ ഇതുവരെ ഈ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ 36 പേരെ, ഞാൻ എപ്പോഴും സങ്കടം വരുമ്പോൾ അല്ലെ ടയേർഡാകുമ്പോൾ ആ 36 പേരുടെ പേര് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഏകദേശം ഒരു വിവരം ഞാനൊരു നോട്ട് പാഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ നോക്കിയിരിക്കും. ജീവിച്ചത് മതി 36 പേര് നിനക്ക് പകരം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, വലിയ നമുക്ക് മാനസിക സന്തോഷം തരുന്ന, ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് തരുന്ന രീതിയിൽ അവർ ഇങ്ങനെ ഇന്നിപ്പം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് അത്തരത്തിലൊരു പെൺകുട്ടി എന്നെ വിളിച്ചു, വീണ്ടും ആ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്, നാളെ പേരൻസിനെ കൂട്ടി വന്നോട്ടെ എന്ന് ചോദിച്ച് ഞാൻ വന്നോളാൻ പറഞ്ഞു. അപ്പം അത്തരത്തിൽ നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം. അപ്പം അവരുടെ ഏത് ജീവിത മേഖല, അത് പഠനം തൊട്ട് കരിയർ ഗൈഡൻസ് വരെ, പ്രായസംബന്ധമായൊരു പ്രശ്നം തൊട്ട് സെക്സ് എഡ്യൂക്കേഷൻ വരെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂ തൊട്ട് ഒരു ലവ് അഫെയറിൽ കുടുങ്ങുന്ന കേസുകൾ വരെ, ഒരു സെക്സ് അബ്യൂസ് കേസുകൾ തൊട്ട് റേപ്പോ ഗ്യാങ് റേപ്പോ വരെ, അവരുടെ ജീവിത മേഖല ബന്ധങ്ങളിലുള്ള, അതായത് കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ സ്കൂളിലോ ഉള്ള റിലേഷൻഷിപ്സിലുള്ള വരുന്ന പ്രശ്നങ്ങൾ, ടീച്ചേഴ്സുമായിട്ട് വരാവുന്ന പ്രശ്നങ്ങൾ, സ്കൂൾ അഡ്മിനിസ്ട്രേഷനുമായിട്ട് സസ്പെൻഷനിലോ ഡിസ്മിസലിലോ പെട്ട കുട്ടികളെ നമ്മൾ കെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സ്വപ്നം, ഞാനിത് വാസ്തവത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുതിയ ഒരു ഉപന്യാസ മത്സരത്തിലെ ചിന്തകളാണ്. അതിലെ ഒരു സ്വപ്നം ഇതായിരുന്നു: നമ്മുടെ കുട്ടികൾ ആരെങ്കിലും വീട് വിട്ടിറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്നത്തെ ആത്മമിത്രയിലേക്ക് വരണം. നമ്മുടെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒരുമിച്ച് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ മറ്റൊന്നിനും പോകാതെ അവർ ഇങ്ങോട്ട് വരണം. സോ ദാറ്റ് വി ക്യാൻ ഗൈഡ് ദം. മേ ബി പേരൻസിനെയും കൂടെ ഇൻവോൾവ് ചെയ്ത് പിരിച്ചുവിടേണ്ടതാണ് പിരിച്ചുവിടണം, യോജിപ്പിക്കേണ്ടതാണ് യോജിപ്പിക്കണം. അപ്പോൾ ആ വിധത്തിൽ അവരുടെ ഒരു സോർട്ട് ഓഫ് ഹെയ്വൻ, ഒരു റെഫ്യൂജ്, ഒരു അഭയസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ അന്ന് സ്വപ്നം കണ്ടിരുന്നത്. ഏതാണ്ട് സമാനമായിട്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ഇതുവരെ വീടിന് പുറത്ത് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടില്ലാത്തൊരു കുട്ടി, ഇത് ഒറ്റ മോളാണ്, മലയാളിയാണ്, പേരൻസിനോട് പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും എറണാകുളം ലക്ഷ്യമാക്കി അവൾ വന്നു. അവളുടെ കയ്യിൽ ആകെ ഉള്ളത് എൻ്റെ നമ്പറും അവളുടെ പേരൻറ്റിൻ്റെ നമ്പറും മാത്രം. പക്ഷേ ഭാഗ്യത്തിന് എന്നെ വിളിച്ചു. നമ്മൾ കേരള ബോർഡറിനുള്ളിൽ അവളുടെ ട്രെയിൻ കയറി കഴിഞ്ഞ് നമുക്ക് വിശ്വസ്തരായിട്ടുള്ള യുവാക്കന്മാർ അതേ ട്രെയിനിൽ കയറി അവളെ ഗാർഡ് ചെയ്ത് നിന്ന് അങ്കമാലിയിൽ ഞാനും ഒരു ടീം മെമ്പറായിട്ടുള്ള പെൺകുട്ടിയും ചെന്ന് അവളെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ മീൻസ് എന്താണോ സ്വപ്നം കണ്ടത് അതിനോട് അടുത്തേക്ക് ആത്മമിത്ര എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സൂചനയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അച്ഛാ, ഒത്തിരി വളരെ വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പങ്കുവയ്ക്കലുകളാണ് അച്ഛൻ്റെ. കാരണം അതൊരു ഇൻസ്പിറേഷൻ മാത്രമല്ല, കാരണം ഇതൊരു ക്രൈസിസാണ്, ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ക്രൈസിസാണ്. കാരണം പല ജീവിത സാഹചര്യങ്ങൾ മാറിയതുകൊണ്ട് മാതാപിതാക്കളുടെയൊക്കെ ജീവിത ശൈലികളും സാഹചര്യങ്ങളും ലിവിങ് സിറ്റുവേഷൻസ് എല്ലാം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും മക്കൾക്കും ഒന്ന് പ്രോപ്പറായിട്ടുള്ളൊരു കെയറും അറ്റൻഷനും ഒക്കെ കിട്ടാത്തിടത്താണ് അച്ഛൻ ഒരു വലിയൊരു സൊല്യൂഷനാണ് അച്ഛനിലൂടെ വന്നത്. ഞാൻ അച്ഛൻ്റെ ഷെയറിങ്ങിൻ്റെ ആദ്യം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അത് ദൈവം ഉള്ളിൽ തരുന്ന, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ദൈവാത്മാവ് അച്ഛൻ്റെ ഉള്ളിൽ തരുന്ന പ്രചോദനങ്ങളോട് അച്ഛൻ കൃത്യമായി അല്ലെങ്കിൽ സ്ഥിരതയോടെ കാണിക്കുന്ന ഒരു പ്രതികരണവും അതിനകത്ത് അച്ഛൻ ഒരു കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് എനിക്ക് ഷുവറാണ്. അച്ഛൻ്റെ ആദ്യമായിട്ടൊരു ദൈവവിളി ഉണ്ടായ കാലം മുതലേ കേൾക്കുമ്പോൾ അച്ഛൻ്റെ ഞാൻ ആദ്യമേ ചോദിക്കണമെന്ന് ഉദ്ദേശിക്കുന്നൊരു കാര്യം, അച്ഛൻ്റെ ഒരു ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ശൈലിയും ഒക്കെ കണ്ടപ്പോൾ അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരാൾ. ഒരു പക്ഷേ വളരെ അച്ഛൻ ഇങ്ങനെ അച്ഛനാവാൻ സാധ്യത ഉണ്ടാവേണ്ട ഒരാളല്ല സ്വാഭാവികമായിട്ട് അച്ഛൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അച്ഛൻ തന്നെ ഷെയറിങ് പറഞ്ഞു അച്ഛൻ്റെ പുരോരുപ്പത്തരവും പ്രശ്നങ്ങളൊക്കെ കാരണം അച്ഛനെ സ്കൂളിലും അല്ലെങ്കിൽ സിസ്റ്റർ ഇടപെട്ടതും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും. പക്ഷെ അവിടെ നിന്ന് ഒരു വൈദിക ജീവിതത്തിലേക്ക് അച്ഛൻ വന്നത് മുതൽ പിന്നീട് അച്ഛൻ്റെ ഫോർമേഷൻ, നീണ്ട ഫോർമേഷനിൽ അച്ഛൻ കടന്നുപോയി. അതൊരു ഈസി ആയിട്ടുള്ള ഫോർമേഷൻ ആയിരുന്നില്ല എന്ന് എനിക്ക് ഷുവറാണ്. അച്ഛൻ്റെ വാക്കുകളിലും അത് ക്ലിയർ ആയിരുന്നു. പക്ഷെ അതൊരു വലിയൊരു അച്ഛൻ ഉപമിച്ചതുപോലെ പീഡാനുഭവത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ് അച്ഛൻ്റെ ഒരു ഉദ്ധാനത്തിൻ്റെ കാലഘട്ടത്തിൽ
ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശ പകരുന്ന ഒരു ജീവിതമായി അച്ഛൻ്റെ ദൈവവിളി മാറിയിരിക്കുക. ഇനിയും ധാരാളമായിട്ട് അച്ഛനെ ദൈവം ഉപയോഗിക്കും എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനയും ആഗ്രഹവും. എന്തായാലും അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ ആത്മമിത്ര എന്ന് പറയുന്ന, ശരിക്കും ഞാൻ അതിനകത്തൊരു അവിടെ പറയണത്, ശരിക്കും ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ശരിക്കും വേണ്ടത് ഇതുപോലെ അക്കമ്പനി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തിനെയാണ്. അപ്പോൾ ആത്മമിത്ര എന്ന് പറയുന്നത് ഇന്ന് അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു നല്ല സുഹൃത്തായി കേരളത്തിലൊരു ഐക്കണായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അച്ഛൻ്റെ ഒരു ഷെയറിങ്ങിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ, ഇതിലൂടെ നടക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ സാധ്യതകളും ഇതിനോട് മറ്റുള്ളവർക്കും ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും പങ്കുവെക്കണം. എന്തായാലും ദൈവത്തോട് അച്ഛൻ കാണിക്കുന്ന ഈ ഒരു വിശ്വസ്തത എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രചോദനമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോഷുവ പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിനും വളരെ പ്രത്യാശ നൽകുന്ന ഈ പങ്കുവെക്കലുകൾക്കും ഏറെ നന്ദി. ക്രിസ്തുവിന്റെ പ്രകാശം ലോകമെങ്ങും തെളിക്കുവാൻ യാത്രയാകുന്ന വൈദികൻ. പുത്തൻ കാലഘട്ടത്തിനൊത്ത തിരുസഭയുടെ പുത്തൻ ശുശ്രൂഷകൾ, സ്നേഹത്തിന്റെ പുതിയ സുവിശേഷ സുഗന്ധമാകുവാൻ, അതുവഴി ക്രിസ്തു സ്നേഹം അനേകർക്ക് പകരുവാൻ വിളി ലഭിച്ച വൈദികൻ. അനേകർക്ക് ആശ്വാസമേകുന്ന ഈ പുത്തൻ ആശയത്തിന്റെ ശില്പി. അതുതന്നെയാണ് സുവിശേഷത്തിന്റെ സുഗന്ധം, സുവിശേഷത്തിന്റെ ആനന്ദം. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.